ഇന്ന് ഞാനൊരു തലക്കറി ഉണ്ടാക്കാൻ പോവാണ്. ചൂര തലക്കറി. നമുക്ക് ഇട്ട് കൊടുത്താലോ? എനിക്ക് പേടിയാണേ. അയ്യോ മുങ്ങലില്ലല്ലോ. ഇങ്ങനെ പറ്റുള്ളൂ. അവരിങ്ങനെ കാണിച്ചായിരുന്നു ഇങ്ങനെ കോരി ഒഴിക്കാൻ. ഞാൻ അതുപോലെയൊക്കെ ചെയ്യും. നമ്മളോടാണോ കളി? ഓക്കെ, ജസ്റ്റ് വെക്കട്ടെ. ഓ കണ്ണ് കണ്ടോ? അയ്യോ, ചിലര് കണ്ണെടുക്കണില്ല. നല്ല ടേസ്റ്റ്. ഹലോ, ഇന്ന് ഞാനൊരു തലക്കറി ഉണ്ടാക്കാൻ പോവാണ്. ചൂര തലക്കറി. കഴിഞ്ഞ ദിവസം ഞങ്ങള് ചൂര വെച്ചിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച അന്ന് ഈ തല വെറുതെ കളയണ്ടല്ലോ, ഇത് വെച്ച് ഞാൻ ഇതുവരെ തലക്കറി ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് ഇത് ചെയ്യണം. അതുപോലെ തന്നെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്തതും. ഇതിന്റെ ഉള്ളെല്ലാം ഞാൻ നീറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലൊരു പൂവുണ്ട്, ചെകിളപ്പൂവ്. അതൊക്കെ കളയണമായിരുന്നു. അപ്പൊ അതെല്ലാം ഞാൻ കളഞ്ഞ് കണ്ട, രണ്ട് സൈഡിലും കളഞ്ഞ്. ഇവിടെ ഉണ്ടായിരുന്നു, രണ്ട് സൈഡും ഉണ്ടായി കണ്ട. പിന്നെ ഇവിടത്തെ തൊലിയൊക്കെ ഉണ്ടായി. അതെല്ലാം ഞാൻ മാക്സിമം ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് ഉളുമ്പുമണം എല്ലാം കളഞ്ഞ് നീറ്റാക്കി വെച്ചേക്കണ ഫിഷാണ്. എന്റെ വിചാരം എന്താണെന്നറിയ, തലക്കറി എന്ന് പറയുമ്പോ വെറുതെ കഴുകി അങ്ങോട്ട് ഇട്ടാ മതി എന്നാ. അപ്പൊ ഞാൻ പിന്നെ യൂട്യൂബിൽ നോക്കി അപ്പോഴാണ് ഇതെല്ലാം കണ്ടത്. അപ്പൊ കപ്പ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ചെണ്ടാൻ പോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാനും പോണത്, കഴിക്കാനും പോണത്. അപ്പൊ യൂട്യൂബില് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോ എടുത്തേക്കുന്നത്. മോഹൻലാല് ഫോളോ ചെയ്യുന്ന ഒരാളില്ലേ, പുള്ളിക്കാരന്റെ അടുത്ത് ഞാൻ എടുത്തേക്കണത്. അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അതുപോലെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ വേറൊരു യൂട്യൂബർ, പേര് മറന്നുപോയി, നന്നായിട്ട് പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ഞാനിപ്പോ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ, അവര് വലിയ തലയൊക്കെയാണ് എടുത്തേക്കണം, ഭയങ്കര വലിയ തല. അപ്പൊ നമ്മളിപ്പോ ചെറിയ തലയല്ലേ. അപ്പൊ അതിനാവശ്യമുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ അരിഞ്ഞ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉള്ളി ചതച്ചല്ല, ഞാൻ അരിഞ്ഞാണ് ഇട്ടിടാൻ പോണത്. അതിന്റെ അകത്ത് എങ്ങനെ ഇട്ടാക്കണം? ചതച്ച്. അപ്പൊ അതുപോലെ ഉണ്ടാക്കണ്ടേ? ആ ചതച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഇഷ്ടം. നോക്കാം. അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ? അല്ല, കുറച്ച് മാറ്റം നമുക്ക് വരുത്താല. അത് പറ്റില്ല. അപ്പൊ എന്നാ ചതച്ചെടുക്കാം. ചെയ്തേട്ടൻ പറഞ്ഞ പോലെ ചതക്കാം. ചതക്കട്ടെ. ഉണ്ടാക്കണതും ചതക്കണതും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ല. എനിക്ക് അതാണ് ഇഷ്ടം. അവര് വലിയ തല ഉണ്ട് എടുത്തേക്കണം, നമ്മള് പാവം കുഞ്ഞി തല. എനിക്കെന്തോ തലക്കറി ഇത് കണ്ടപ്പോഴാണ് കേട്ടാ. പിന്നെ ഇത് ഉണ്ടാക്കാന്ന് ഓർത്തപ്പോ ഭയങ്കര കൊതിയായി. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോ ഒരു മഴക്കാറും ചെറിയ മഴയും ഒക്കെയാണല്ലോ. അപ്പൊ ഞങ്ങളിന്ന് കട്ടൻ ചായയും തലക്കറിയും ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചു. ലച്ചു ഇല്ല, ലച്ചു എന്റെ വീട്ടിൽ പോയി. സമയം ഉണ്ടായില്ല, ഇന്നലെയൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. തലക്കറി ഇല്ലേ ചെയ്തേട്ടാ, എല്ലാരും ഭയങ്കര സ്പൈസി ആയിട്ടാ ഉണ്ടാക്കണം. കേട്ടാ ഞാൻ പറഞ്ഞത്? നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എന്താ വെച്ചാൽ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് പൊടികളെല്ലാം, ഇത് അങ്ങനെയല്ല, ആദ്യം തന്നെ പൊടികളെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ളത് മിക്സ് ചെയ്തെടുക്കുകയാണ്, എന്നിട്ട് ഒന്നിച്ചിടുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പൊ നമുക്ക് അതുപോലെ ചെയ്താലോ? അപ്പൊ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട്, കാണാൻ പറ്റുമോ? തീ കത്തിച്ച് വെക്കാട്ടോ, എന്നാലല്ലേ നമുക്ക് റെഡി ആവുള്ളൂ. കാശ്മീരി മുളക് പൊടി ഇട്ട്. ഇത് അത്ര, ഞങ്ങളുടെ വീട്ടിൽ ഈ മുളക് പൊടിക്ക് ഒരു ചുമപ്പ് അത്ര ഇല്ല. 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഓരോരോ ഇഷ്ടത്തിനാണ് കേട്ടാ. പിന്നെ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂണൊക്കെ ഇടുന്നുള്ളൂ, കാരണം നമുക്ക് ഒരു തലയല്ലേ ഉള്ളൂ. പൗഡർ ഇടണോ? വിച്ച് പൗഡർ? കളർ പൗഡർ വേണ്ട, അതൊന്നും ഇല്ല. കളർ പൗഡർ ഒന്നും ഇല്ല. ഇത് മഞ്ഞപ്പൊടി. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ചില ആളുകള് മീൻകറിക്ക് മല്ലിപ്പൊടി ഇടാറില്ല. ഞാൻ കണ്ട വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് മല്ലിപ്പൊടി ഇടില്ലേ മീൻകറിയിൽ? ചില ആളുകൾ ഇടണില്ല. ഞാൻ ഇടാറുണ്ട് കേട്ടാ. വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ചൂടാവട്ടെ. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാ,
ഇതിൽ ഉണക്കമുളക് ഇടുന്നുണ്ട്. ഞാൻ ഇടാറില്ല, ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടുമില്ല. അപ്പൊ ഉണക്കമുളക് ഉണ്ട്. അങ്ങനെ കുറെ നമ്മൾ ചെയ്യാത്ത രീതിയിലാണ് ഒരുപാട് കാര്യങ്ങൾ ഈ മീൻ കറി ട്ടാ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. വെളിച്ചെണ്ണയാണ് കേട്ടാ. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് ഞാൻ ചട്ടി ഒന്ന് ചൂടാണത്, ചൂടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചട്ടിയുടെ കരിയണം മതി. പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ കിടന്ന് പൊട്ടട്ടെ കേട്ടാ. ഇത് കോട്ടയം സ്റ്റൈലാണ്. എനിക്കറിയില്ല കേട്ടാ, ഞാൻ അത് പറയാൻ എനിക്കറിയാൻ പാടില്ല. കേട്ടാ നീ മാറിക്കഴിഞ്ഞാ എങ്ങനെ കിട്ടാനായി നീ എടുത്തിട്ട് എങ്ങോട്ട് മാറി? നീ ഒരു സാധനം ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞിട്ട് ഓടിക്കളഞ്ഞ അത് പിന്നെ മേത്തോട്ട് തെറിക്കൂലേ? അവിടെ നിക്കണം, പൊരുതണം. പോയാണ്, എനിക്ക് പേടിയാ. ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്, ഇതെല്ലാം കൂടെ ചേർത്ത്. തലക്കറി ഭയങ്കര ചുമന്ന്, ഈ മുളക് പൊടിക്ക് എന്താണോ ചുമപ്പില്ല. കാശ്മീരി ആണെങ്കിലും ചുമക്കണില്ല. നമുക്ക് ഈ മിക്ക ആൾക്കാരും പറയും തലക്കറി ഉണ്ടാക്കി കഴിയുമ്പം എല്ലാവർക്കും അതിന്റെ കൂടെ കപ്പയും തലക്കറിയും കൂടെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം എന്നാണ് കേട്ടാ പറയണം. നമ്മള് ചായയൊന്നും കുടിച്ചിട്ടില്ല. ഇത് വൈകുന്നേരം ഉണ്ടാ 5 മണി. പക്ഷേ ഉണ്ടല്ലോ ചെയ്തേട്ടാ, ഈ മീൻകറി കുറച്ചു നേരം ഉണ്ടല്ലോ വെച്ച് വെക്കണം. വൈകുന്നേരം കഴിച്ചാൽ മതി. വൈകുന്നേരം മതിയില്ലേ? വെച്ചിട്ട് അടച്ചു വെക്കാം അല്ലെ? അപ്പൊ ഈ ഉപ്പും പുളിയും എല്ലാം കൂടി പിടിക്കും. കപ്പ പുഴുങ്ങിയ ചെയ്തെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് കപ്പ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കപ്പ നല്ലതാ, പക്ഷെ ഇത്തിരി ഒരു കപ്പ അത് ഇത്തിരി ഉള്ളൂ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ഞങ്ങള് പിന്നെ അധികം കപ്പയൊന്നും അധികം കഴിക്കാൻ ഇഷ്ടമാണ്. കപ്പ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര ഗ്യോസ്. ഇനി ഞാൻ പൊടിയിടാൻ പോണേ. കട്ട് ചെയ്തിട്ട് എടുത്തോ. കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി, എരിവുള്ള. നന്നായിട്ട് ഇളക്കി ഇതിന്റെ പച്ചമുളകും കൂടി മാറണം. പിന്നെ ഇതാ ഉണക്കമുളക്, നല്ല എരിവുണ്ടാവട്ടെ കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് അതിന്റെ പച്ചമണം മാറണം. ഇങ്ങനെ ഇടണ എന്താണെന്നറിയോ? പുള്ളിക്കാരൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പൊടികൾ കരിയാതിരിക്കാനാണെന്നാണ് പറഞ്ഞത്. എല്ലാം കൂടി ഒരു പാത്രത്തിൽ, അല്ലെങ്കിൽ ഓരോന്നായി ഇട്ട് കഴിയുമ്പോ കരിയും. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാ, ഈ ഉള്ളി ഇഞ്ചി എല്ലാം വാടി കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യും. എന്നിട്ടാണ് പൊടികളൊക്കെ ഇടുക, അല്ലെങ്കിൽ കരിഞ്ഞു പോയി. ഇങ്ങനെ ചെയ്താലും മുക്കി. ഇനി നമുക്ക് കൊടംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. കൊടംപുളി ഇടണം. ഇതൊന്ന് ഇതാക്കിട്ട് പേസ്റ്റ് ഉണ്ടാക്കുക അല്ലേ? എന്നിട്ട് പുളിയിട്ട് മീനിട്ട് തിളപ്പിച്ചെടുക്കുക. പുളി നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടാ കൊടംപുളി തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഞാൻ അറിയില്ല ഉപ്പ് കൂടും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഈ കാശ്മീരി ചില്ലി എന്തിനാ ഇടണമെന്നറിയോ? കൊഴുപ്പൊക്കെ കിട്ടാനും കളറ് കിട്ടാനും അത്രേ. ഭയങ്കര കൊഴുപ്പാണ് ഈ കാശ്മീരി ചില്ലിക്ക്. ഇനി നമുക്ക് ഇതൊന്ന് തിളക്കാൻ വെക്കണം കേട്ടാ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങി. അതോടൊപ്പം നല്ല മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇത് എന്താ മണമില്ലേ? കളർ കുറവാണല്ലോ. അത് ആ ചില്ലി പൗഡറിന് കളറില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ എടുക്കുമ്പോ കളർ, അതിന് നിറം വന്നത് ഏത് ബ്രാൻഡിന്റെന്ന് അറിയാൻ പാടില്ല. ചില ആളുകൾ ഇതിന്റെ കണ്ണൊക്കെ കളയുന്നുണ്ട്, പക്ഷെ കണ്ണ് കളയാത്താണ് നല്ലത്. അപ്പൊ നമുക്ക് ഇട്ട് കൊടുത്താലാ? എനിക്ക് പേടിയാണേ. അയ്യോ, മുങ്ങലില്ലല്ലോ. ഇങ്ങനെ പറ്റുള്ളൂ. അതേ ചേട്ടാ, അവരും ഇങ്ങനെ ചെയ്തത്. ഇത് മുങ്ങണമെങ്കിൽ പിന്നെ വെള്ളം പോലെ കറിയാവൂലേ? അതാ ഞാൻ ഈ ചട്ടി തന്നെ എടുത്തത്. ഇവിടെ കുറച്ച് ദശക്കട്ടി ഉണ്ട് കണ്ട. അവരിങ്ങനെ കാണിച്ചായിരുന്നു ഇങ്ങനെ കോരി ഒഴിക്കാൻ. ഞാൻ അതുപോലെയൊക്കെ ചെയ്യും. നമുക്കൊന്ന് ഉപ്പുണ്ടാവും, ജസ്റ്റ് ഒന്ന് നോക്കാം. സംഗതി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പഴേ എരിവുണ്ട്, ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം പാകോ പുളിയൊക്കെ പിടിച്ചു കഴിയുമ്പോഴേ. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ കുറച്ച് കഴിയുമ്പോ ഒന്ന് മറിക്കാം.
മറിക്കാൻ പേടിയാവുന്ന ചേട്ടാ. നമ്മളോടാണോ കളി? ഓക്കെ, ജസ്റ്റ് ഇങ്ങനെയാന്ന് വെച്ചാ വീണ്ടും കോരി ഒഴിക്കാം. ഇനി സിമ്മിലിട്ടിട്ട് കടച്ചു വെക്കാം. ഇനി മീൻകറി ആയതിനു ശേഷം നമുക്ക് കാണാട്ടെ. ഞങ്ങള് അപ്പൊ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, മീൻകറി ആവുമ്പോ ഈ പൊക്കത്തും തിളച്ചിട്ടുണ്ടാവും? തിളക്കും. അല്ലാതെ ഇത് മുങ്ങണമെങ്കിൽ ഇത്രയും വെക്കണ്ടേ വെള്ളം? അതിന്റെ ആവശ്യമില്ല. അപ്പം നമ്മള് കൊറേ ഒരു തലയല്ലേ ഉള്ളൂ. ഇനി ഇപ്പൊ വെച്ചിട്ട് ഞങ്ങള് ഡിന്നറിന് കഴിക്കാന്ന് വിചാരിച്ചു. കാരണം പുളി ഉപ്പൊക്കെ പിടിക്കണ്ടേ. അപ്പൊ നമ്മുടെ മുളക് പൊടിയുടെ കളർ ഇത്തിരി കുറഞ്ഞിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല ചുമപ്പിൽ വെക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. ഞാൻ അടയ്ക്കാൻ വേണേ. ഈ ആവിയിലിരുന്ന് വെന്തോളൂ. അപ്പൊ എടുക്കുക. നമ്മുടെ തലക്കറി പെട്ടെന്ന് റെഡി ആയിട്ടാ, 10 മിനിറ്റിനുള്ളിൽ. പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത്, അതായത് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റെഡിയായി. പിന്നെ ഇതിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കണമല്ലോ. അപ്പൊ ഞങ്ങളിപ്പോ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഡിന്നർ കഴിക്കുന്ന സമയത്താണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി. പിന്നെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അതൊരു 6 മണി 6:30 ആ സമയത്തൊക്കെ ചെയ്യാന്നാ വിചാരിച്ചത്. പക്ഷെ ഇത്ര സമയമില്ലേ. ഞാൻ കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ കപ്പേനേക്കാളും കൂടുതൽ ചോറിന്റെ കൂട്ടത്തിൽ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കറി കാണുന്നുണ്ടാ നിങ്ങള്? കാണാൻ പറ്റുന്നുണ്ടാ നിങ്ങക്ക്? നല്ല ചുമന്ന കളർ വന്നില്ലേ? ചുവന്ന കളർ വന്നിട്ടുണ്ട്. അപ്പൊ നീ ഇതിന്റെ അകത്ത് എടുത്ത വീഡിയോ? അതൊക്കെ എടുത്ത് ഞാൻ. ഇനി കോരണതും മുറിക്കണതും ഒക്കെ എടുക്കണം. അപ്പൊ നീ എടുത്തോ. അപ്പൊ ഇത് നമ്മുടെ തലക്കറി. സംഭവം സൂപ്പറാണ്. ഒരു കള്ളും കൂടി ഉണ്ടായിരുന്നെങ്കിലേ അല്ലേ? ഞാൻ ഇതുവരെ കഞ്ഞിവെള്ളം വെച്ചാലോ. ആംബിയൻസ് എടുത്തോ, കപ്പ എടുത്തോ. ആക്കട്ടെ. ഓ എന്റെ പൊന്നേ, വെള്ളം വേണം ചെയ്തോ. നീ കഴിക്കേ, കപ്പ ഇട്ടിട്ട് നീ കഴിക്കും. അല്ല, ഞാൻ കുറച്ച് ഇത് മാറ്റട്ടെ. നിനക്കല്ലേ? അല്ലടി, നീ ആദ്യം ഒന്ന് കഴിക്കേ, എന്നിട്ട് മാറ്റ്. വീഡിയോ എടുക്കണ്ട അതില്. എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട്? എന്താ നിന്റെ അഭിപ്രായം? കൊള്ളാന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എരിവൊക്കെ ഭയങ്കര കൊല്ലം കപ്പയാണ്. ചെയ്താണ് കപ്പ വാങ്ങാൻ അറിയാൻ പാടില്ല. ഇത് എത്ര നേരം വേവിച്ചെന്നറിയാം ഞാന്. എനിക്കിങ്ങനെ കുഴഞ്ഞ കപ്പ ഇഷ്ടം. നിങ്ങൾക്കോ? ചിലവർക്ക് ഇങ്ങനെ ചാറല്ലേ ഇപ്പൊ കൂട്ടിയത്? എങ്ങനെയുണ്ട്? നല്ല ചാറാണ്. എരിവുണ്ടാ? ആണാ? എടുക്കട്ടെ. നിന്റെ കൈ കാരണം കാണാൻ പറ്റണ്ട. ക്യാമറമാൻ ഇപ്പൊ എനിക്ക് അങ്ങനെ വലിയ കൊതി. ഇതിന് ഇഷ്ടം വലിയ താല്പര്യമില്ലല്ലോ. അടിപൊളി. എനിക്കിഷ്ടപ്പെട്ട്. ആണാ? സൂപ്പറാ. ചെയ്തിട്ടോ കഴിക്കാം. ഇവിടെ ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന കപ്പ എന്ത് നല്ല കപ്പയായിരുന്നു എന്നറിയാം. എനിക്ക് അങ്ങനെ അച്ഛന് നന്നായിട്ട് അറിയാം മേടിക്കാനായിട്ട്. പയ്യെ കഴിക്കേ. കപ്പ ഇഷ്ടമായില്ലേ സേതണ്ണ? ഇങ്ങനത്തെ കപ്പയാണ് ഇഷ്ടം. മീൻ എടുത്തു നോക്കിയാ ഫ്ലഷ് ഇതേ ഇവിടേക്ക് ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കഴിക്കണം എന്നാ പറയാ. ഈ സൈഡിൽ കണ്ട അത് തന്നെ. ഇവിടെ കഴിച്ചേന് ഒപ്പം വെച്ച് കഴിക്കണം. വെറുതെ കഴിച്ചു നോക്ക്. മീന്റെ ടേസ്റ്റ് ഒന്നും അറിയാലോ. നല്ല ടേസ്റ്റ് ഇല്ലേ? ഞാൻ കുറച്ചെടുത്ത് അമ്മയ്ക്കൊക്കെ വെക്കട്ടെ. ചോറും കൂട്ടി കഴിക്കട്ടെ. ചോറാണ് ഇഷ്ടം.
നോക്കിയേ. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് സാധാരണ മീൻകറിയൊന്നും അത്ര ഇഷ്ടമല്ലാത്തതാണ്, പക്ഷെ ദിസ് ഈസ് ഗുഡ് ആണ്. എരിവ് കൂടുതലാണോ? തലക്കറിക്ക് എരിവ് വേണോ അത്ര? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ തലക്കറി കഴിക്കാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിക്കോ. അല്ലെ കണ്ണു നോക്കിയത് കേട്ടാ. കണ്ണഴിക്കാൻ പോണേ കഴിക്കാൻ പാടില്ലേ? കാണിക്കേ, അവരെ കാണിക്കേ. കണ്ണ് കണ്ടോ? അയ്യോ, ചിലര് കണ്ണെടുക്കണില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നോക്കിയേ. അയ്യോ, ചൂര ഉണ്ടെങ്കി മേടിച്ചോട്ടാ. തലക്കറി വേറെ വെക്കാം, മീൻകറി വേറെ വെക്കാം. ചൂരയുണ്ട്, കേരയുണ്ട്. ഇതിലേതാ നല്ല മീൻ? എനിക്ക് രണ്ടും മാറിപ്പോവും. ചിലര് പറയുന്നത് കേരയാണ് എപ്പോഴും കിട്ടാത്തതെന്ന്. അങ്ങനെയല്ലേ? അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടെ ഇതിൽ ഏതാ നല്ല മീൻ എന്നുള്ളത്. പിന്നെ തലക്കറിക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് മീനും, അതായത് അതും ഏതാണെന്ന് കമന്റ് ചെയ്യട്ടാ. നല്ലതല്ലേ? അപ്പൊ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയാണ്. എന്തായാലും ഞാൻ കണ്ട യൂട്യൂബ് വീഡിയോ എന്തായാലും അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസ്സാരം വരാം. ബൈ. ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഉഗ്രം ടേസ്റ്റ് ആണ്. സേതോട്ട ഇത് ഇരുന്നത് കൊണ്ടാണ്, റെസ്റ്റ് കൊടുത്തത് കൊണ്ടാണ് ഇതിൽ ഉപ്പും എല്ലാം പിടിച്ചത്. നമ്മൾ ഉണ്ടാക്കിയപ്പോ തന്നെ കഴിക്കണമെങ്കിലേ ഇത്ര പോരായിരിക്കും.